الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ അടുത്ത ബാബുൻ ലാ യുഖാലു അസ്സലാമു അലല്ലാഹ്. അസ്സലാമു അലല്ലാഹ്, രക്ഷ അള്ളാഹുവിൻ്റെ മേലുണ്ടാകട്ടെ എന്നുള്ളത് പറയാൻ പാടില്ല എന്നതുമായി ബന്ധപ്പെട്ട ബാബാണ്. കഴിഞ്ഞ ബാബിൽ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് അതിലെ ഇൽഹാദുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ ബാബിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ ഒരു നാമമായിട്ടുള്ള, ഒരു പക്ഷേ നാം എല്ലാം ഏറ്റവും അധികം പറഞ്ഞു പോകാറുള്ള, എന്നാൽ അത് അള്ളാഹുവിൻ്റെ നാമമാണ് എന്നറിയാതെ അതിൻ്റെ ആശയത്തെ മനസ്സിലാക്കാതെ തന്നെ പറയാറുള്ള ഒരു വാക്കാണ് അസ്സലാം എന്നുള്ളത്. ഇസ്ലാമിൻ്റെ തഹിയ്യത്ത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ അസ്സലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമമാണ്. പല ആളുകളും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത് നിനക്ക് സമാധാനമുണ്ടാകട്ടെ, നിനക്ക് സമാധാനമുണ്ടാകട്ടെ എന്നാണ് അതുകൊണ്ട് പറയുന്നത് എന്ന നിലക്കാണ് അധികം ആളുകളും അസ്സലാം എന്നുള്ള വാക്ക് പറയാറുള്ളത്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ചില വാക്കുകളാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ഇസ്ലാം എന്നുള്ളത് അതിൻ്റെ അർത്ഥം പറയുമ്പോൾ സമാധാനം എന്നാണ് ഇസ്ലാമിൻ്റെ അർത്ഥം എന്നെല്ലാം പറയാറുണ്ട്. അത് ശരിയല്ല. കാരണം ഇസ്ലാം എന്നുള്ള നാമം വന്നിട്ടുള്ളത് അസ്ലമ യുസ്ലിമു ഇസ്ലാമൻ എന്നുള്ളതിൽ നിന്നാണ്. അസ്ലമ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങുക എന്നാണ്. കീഴൊതുങ്ങൽ എന്നാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയവും അർത്ഥവും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൗഹീദിലായിക്കൊണ്ട് കീഴൊതുങ്ങുക, അവനെ അനുസരിക്കുക, ശിർക്കിൽ നിന്ന് ഒഴിവാകുക, അതാണ് ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം. പല ആളുകളും അത് സമാധാനമാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കാണാം. അതുപോലെ ആളുകൾ വിചാരിച്ചിട്ടുള്ള ഒരു വാക്കാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല, അതിൻ്റെ ആശയം അസ്സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയുണ്ടാകട്ടെ എന്നുള്ളതാണ്. എല്ലാവിധ കുറവുകളിൽ നിന്നും, ബാധിക്കുന്ന ന്യൂനതകളിൽ നിന്നും, അയ്ബുകളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, അങ്ങനെ തുടങ്ങിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം രക്ഷയുണ്ടാകട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നാം ആളുകളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ പരസ്പരം തഹിയ്യത്തായിക്കൊണ്ട് മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഇസ്ലാമിൻ്റെ തഹിയ്യത്തായിട്ടുള്ള ഈ വാക്ക് അസ്സലാമു അലല്ലാഹ്, അള്ളാഹുവിന് രക്ഷയുണ്ടാകട്ടെ എന്ന് പറയാൻ പാടില്ല എന്നറിയിക്കുന്നതാണ് ഈ ബാബ്. ഇനി നമ്മൾ വായിക്കുന്ന ബാബ്. അതിൽ ഒരു ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. ഫി സഹീഹ്, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. عن ابن مسعود رضي الله عنه, عبد الله بن مسعود رضي الله عنه പറയുകയാണ്, قال كنا إذا كنا, വേറെ അതിലെന്തുള്ളത്, രണ്ടു വട്ടം വന്നിട്ടുണ്ട്. كنا إذا كنا مع رسول الله صلى الله عليه وسلم في الصلاة. എന്തായാലും ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിക്കുമ്പോൾ, നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങളായിരുന്നു ഇദാ കുന്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങളായിരുന്നു. രണ്ടു വട്ടം ഞങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കുന്ന സമയത്ത് ആയിരുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. രണ്ടും ശരിയാണ്, വന്നത് ശരിയാണ്. ഫിസ്സലാ ഖുൽനാ അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി, ഞങ്ങൾ പറയാറുണ്ട് അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് രക്ഷയുണ്ടാകട്ടെ, അടിമകളിൽ നിന്ന് രക്ഷയുണ്ടാകട്ടെ.
അസ്സലാമു അലാ ഫുലാനിൻ വ ഫുലാലിൻ, ഇന്നാലിന്ന ആൾക്ക് രക്ഷയുണ്ടാകട്ടെ, ഇന്നാലിന്ന ആൾക്ക് രക്ഷയുണ്ടാകട്ടെ എന്ന് പറയാറുണ്ടായിരുന്നു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലു അസ്സലാമു അലല്ലാഹ്, നിങ്ങൾ എന്ത് പറയരുത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയരുത്. ഫഇന്നല്ലാഹ ഹുവ അസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ അസ്സലാം എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഷർറുകളിൽ നിന്നും ആഫാറ്റുകളിൽ നിന്നും സുരക്ഷിതനായവൻ, രക്ഷയുള്ളവൻ, എല്ലാത്തിൽ നിന്നും ഒരു വിധത്തിലുള്ള ദോഷവും ബാധിക്കാതെ എല്ലാത്തിൽ നിന്നും സുരക്ഷിതനായവൻ എന്നാണ് അസ്സലാം എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള അസ്സലാമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേലെ മിൻ ഇബാദിഹി, അടിമകളുടെ വാക്കോ അല്ലെങ്കിൽ അടിമകളുടെ പ്രവർത്തനങ്ങളോ അതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുക്ക് രക്ഷയുണ്ടാകട്ടെ എന്ന നല്ല ഉദ്ദേശത്തിലായിരിക്കാം സഹാബികൾ ആ വാക്ക് പറഞ്ഞിട്ടുണ്ടാവുക. സഹാബികൾ അള്ളാഹുവിനെ കുറിച്ച് ഒരറിവില്ലാത്ത ആളുകളല്ല. അവർ അടിമകൾ അള്ളാഹുവിന്റെ മേലെ ആരോപിക്കുന്ന ന്യൂനതകളുണ്ട്, അള്ളാഹുവിന് സന്താനമുണ്ട് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ പല കാരണങ്ങൾ പറയുന്നവരുണ്ട്. അപ്പൊ അതിൽ നിന്ന് രക്ഷയുണ്ടാകട്ടെ എന്ന നിലക്ക് അവർ പറഞ്ഞിരുന്നു അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി എന്ന് നിസ്കരിക്കുന്ന സമയത്തിലായിരിക്കുമ്പോൾ സഹാബികൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ മറ്റുള്ള ആളുകൾ പറയുന്ന പോലെ അസ്സലാമു അലാ ഫുലാൻ എന്നൊക്കെ പറയുന്ന പോലെ ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, ലാ തഖൂലു അസ്സലാമു അലല്ലാഹ്, അസ്സലാമു അലല്ലാഹ് എന്ന് നിങ്ങൾ പറയരുത്, അള്ളാഹുവിന്റെ മേലെ രക്ഷയുണ്ടാവട്ടെ എന്ന വാക്ക് നിങ്ങൾ പറയരുത്. ഫഇന്നല്ലാഹ ഹുവ അസ്സലാം, അള്ളാഹുവാണ് അസ്സലാം. അഥവാ എല്ലാ കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും ഒരു ഷർറും ഒരു ദോഷവും ബാധിക്കാത്ത രീതിയിൽ എല്ലാവിധ രക്ഷയും സുരക്ഷിതത്വവുമുള്ള അല്ലെങ്കിൽ പരിപൂർണമായി രക്ഷയുള്ള ഒന്നും ബാധിക്കാത്തവൻ അള്ളാഹുവാണ്. അള്ളാഹു പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജലാലത്തിനും അളമത്തിനും യോജിച്ചതല്ല എന്നതുകൊണ്ട് തന്നെ അങ്ങനെ പറയരുത്. കാരണം അള്ളാഹുവാണ് അസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാം. അസ്സലാം എന്നുള്ളത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ അസ്മാഉൽ ഹുസ്നയിൽ ഒരു നാമമാണ്. ഖുർആനിലും ഹദീസിലും ആ നാമം സ്ഥിരപ്പെട്ട് വന്നിട്ടുമുണ്ട്. അതാണ് ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന് കൊടുക്കേണ്ട ആ അളമത്തും ആ മഹത്വവും അറിയിക്കുന്ന ഒരു ബാബാണിത്. ഇനി ഈ ബാബിനെ അസ്സഅദി റഹിമഹുല്ലാ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് വായിക്കാം. ബാബുൻ ലാ യുഖാലു അസ്സലാമു അലല്ലാഹ് വഖദ് ബയ്യന ഹാദൽ മഅനാ ബിഖൗലിഹി ഫഇന്നല്ലാഹ ഹുവ അസ്സലാം, ബിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു തലക്കെട്ടിന്റെ ആശയത്തെ വ്യക്തമാക്കുന്നുണ്ട് ഏത് വാക്കുകൊണ്ട്? ഫഇന്നല്ലാഹ ഹുവ അസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അല്ലാഹുവാണ് അസ്സലാം എന്നുള്ള വാക്കുകൊണ്ട് ഇതിന്റെ ആശയത്തെ വ്യക്തമാക്കുന്നുണ്ട്. ഫഹുവ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സലാമു, സലാമാണ്. സലാം എന്ന് പറഞ്ഞാൽ അസ്സാലിമു മിൻ കുല്ലി ഐബിൻ വ നഖ്സിൻ, എല്ലാവിധ കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം സുരക്ഷിതനായവൻ. വഅൻ മുമാസലതി അഹദിൻ മിൻ ഖൽഖിഹി ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം ഏതെങ്കിലും സൃഷ്ടിയെ സാമ്യതപ്പെടുത്തുക അല്ലെങ്കിൽ അതുപോലെ തംസീൽ ഉണ്ടാക്കുക, സാമ്യതപ്പെടുത്തുക, ഉപമ പറയുക, അങ്ങനെയുള്ളതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതനാണ്. വഹുവൽ മുസല്ലിമു ലിഇബാദിഹി മിനൽ ആഫാതി വൽ ബലിയാത്ത്, അല്ലാഹുവാണ് അടിമകൾക്ക് അവർക്ക് ബാധിക്കുന്ന ദോഷങ്ങളും അവർക്ക് ബാധിക്കുന്ന ഉപദ്രവങ്ങളും ബലാകളും ബുദ്ധിമുട്ടുകളിൽ നിന്നുമെല്ലാം രക്ഷ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ഫൽ ഇബാദു ലൻ യബ്ലുഗു ദുർറഹു ഫയദുറൂഹ്, അടിമകൾക്ക് ഒരിക്കലും എന്തെങ്കിലും ഉപദ്രവം ചെയ്തുകൊണ്ട് അള്ളാഹുവിനൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. വലൻ യബ്ലുഗു നഫ്അഹു ഫയൻഫഉഹു, എന്തെങ്കിലും ഉപകാരം ചെയ്തുകൊണ്ട് അള്ളാഹുവിനൊരു ഉപകാരം വരുത്താനും അടിമകൾക്ക് സാധിക്കില്ല. ബൽ ഹും അൽ ഫുഖറാഉ ഇലൈഹി അൽ മുഹ്താജൂന ഇലൈഹി ഫി ജമീഇ അഹ്വാലിഹിം, ബൽ ഹുമുൽ ഫുഖറാഉ ഇലൈഹി, എന്നാൽ അടിമകൾ എന്താണ്? അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, ദരിദ്രരാണ്, അവരിൽ ഒന്നുമില്ല. അള്ളാഹു ഗനിയാണ്. അള്ളാഹു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അള്ളാഹു ഖുർആനിൽ പറഞ്ഞു നിങ്ങൾ ദരിദ്രരാണ്. അതുപോലെ ഹദീസിലും വന്നിട്ടുണ്ട് ധാരാളം ഈ തരത്തിലുള്ള ആശയങ്ങൾ. അൽ മുഹ്താജൂന ഇലൈഹി, ഒരു നിമിഷത്തെ ശ്വാസത്തിന് പോലും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ഫി ജമീഇ അഹ്വാലിഹിം, എല്ലാ അവസ്ഥയിലും ഓരോ നിമിഷത്തിലും നമുക്ക് ഏതൊരു നിസ്സാരമായ കാര്യമാണെങ്കിലും
അതിന് അള്ളാഹുവിലേക്ക് അടിമകൾ ആവശ്യക്കാരാണ്. വഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ആണെങ്കിലോ ഒരാളുടെയും ആവശ്യമില്ലാത്ത വിധം, ഒരാളിലേക്കും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം ഗനിയായിട്ടുള്ളവനാണ്. അതുപോലെ തന്നെ എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന ഹമീദായിട്ടുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ഒരു ബാബിനെ വിശദീകരിച്ച് പറയാം. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്സലാമാണ്, അള്ളാഹുവിന്റെ മേലെ പിന്നെ അസ്സലാമു അലല്ലാഹ് എന്ന് പറയേണ്ട ഒരു ആവശ്യവും അവിടെ വരുന്നില്ല. അടുത്ത ബാബ് ബാബുൻ ഖൗലി അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅത, അള്ളാഹുവെ നീ ഉദ്ദേശിച്ചാൽ എനിക്ക് പുറത്തു നൽകണമേ എന്നുള്ള വാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ബാബിൽ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും നാം അള്ളാഹുലേക്ക് ആവശ്യക്കാരനാണ്. ഏതൊരു ദീനിയാവട്ടെ ദുനിയവിയാവട്ടെ ഏതൊരു കാര്യത്തിനും നാം അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ്. നമ്മൾ ദീനിൽ നമുക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. ദുനിയാവിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. അള്ളാഹു നൽകാതെ നമുക്ക് ഒന്നും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാവുക, അള്ളാഹുവിനോട് തേടുക എന്നുള്ളത് നമ്മൾ അതിന് നിർബന്ധിതരാണ്. നമുക്കതില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ല, അള്ളാഹുവിന്റെ സഹായമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുകയും തേടുകയും ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതൊരു കാര്യം ഈ ബാബിന് വായിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ മശീഅത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു തആല ഉദ്ദേശിക്കാതെ ഒന്നും തന്നെ ഈ ലോകത്ത് സംഭവിക്കില്ല. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നും തന്നെ ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നും തന്നെ നടക്കില്ല. അള്ളാഹുവിന്റെ ഉദ്ദേശം രണ്ട് തരത്തിലാണ്. ഒന്ന് മശീഅത്ത് ഉണ്ട്, രണ്ട് ഇറാദത്ത് ഉണ്ട്. മശീഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സംഭവിക്കും. ഇപ്പൊ ആളുകൾ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ കളവ് നടത്തുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നു. അത് നടക്കുന്നതും അള്ളാഹുവിന്റെ മശീഅത്തിന്റെ കീഴിലാണ്. ഇറാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അതിലുണ്ടാവുക. ഒരാൾ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നു, ദാനധർമ്മങ്ങൾ നൽകുന്നു, അതുപോലുള്ള കാര്യങ്ങൾ. ഇറാദത്ത് വീണ്ടും കൗനിയായതുണ്ട്, ശർഈയായതുണ്ട്. ഇറാദത്ത് കൗനി എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഇറാദത്തുകൾ, അത് മശീഅത്ത് തന്നെയാണ് അതിന്റെ ആശയം. ഇറാദത്ത് ശർഈ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നിസ്കാരം അതുപോലെയുള്ള കാര്യങ്ങൾ, ശർഈയായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ അള്ളാഹുവിന്റെ മശീഅത്ത് തീർച്ചയായും സംഭവിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഇറാദത്തുകൾ സംഭവിക്കുകയും സംഭവിക്കാതിരിക്കുകയും ചെയ്യാം. ഉദാഹരണം, നിസ്കരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതൊരാൾ ചെയ്യാം, ചെയ്യാതിരിക്കാം. അത് അള്ളാഹുവിന്റെ മശീഅത്തും ഇറാദത്തുമായി ബന്ധപ്പെട്ട അഖീദയുടെ കിതാബുകളിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ സിഫത്തുകളുടെ കിതാബുകളിൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു കാര്യവും അള്ളാഹുവിന്റെ ഉദ്ദേശം കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എന്തെങ്കിലും ഒരു കാര്യം തേടുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ പ്രത്യേകം നീ ഉദ്ദേശിച്ചാൽ എനിക്ക് നൽകണമേ, നീ ഉദ്ദേശിച്ചാൽ എനിക്ക് പുറത്തു നൽകണമേ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് കാരുണ്യം ചൊരിയണമേ എന്ന നിലയ്ക്ക് പറയാൻ പാടില്ല. നമ്മൾ അള്ളാഹു എനിക്ക് പുറത്തു നൽകണമേ എന്നുള്ള ആ ഇസ്മത്തോടുകൂടി ഉറപ്പിച്ചുകൊണ്ട് തന്നെ പറയണം. കാരണം അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെ പിന്നെ പ്രത്യേകിച്ച് അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയേണ്ട ഒരാവശ്യവും അവിടെ വരുന്നില്ല. രണ്ട് തരത്തിൽ മോശമാണ്. അത് നമുക്ക് ഈ ഹദീസ് വായിച്ചിട്ട് പറയാം. ഈ ബാബിലെ ഒരു ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് في الصحيح عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يقل أحدكم اللهم اغفر لي إن شئت اللهم ارحمني إن شئت ليعزم المسألة فإن الله لا مكره له ولمسلم وليعظم الرغبة فإن الله لا يتعاظمه شيء أعطاه. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായിട്ടുള്ള ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖുൽ അഹദുക്കും, നിങ്ങളിൽ ഒരാളും പറയരുത്, അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ഇൻ ശിഅത, അല്ലാഹുവേ നീ ഉദ്ദേശിച്ചാൽ എനിക്ക് പുറത്തു നൽകുക, അല്ലാഹുമ്മ ഇർഹംനി ഇൻ ശിഅത,
അല്ലാഹുവേ നീ ഉദ്ദേശിച്ചാൽ എന്നോട് കാരുണ്യം കാണിക്കുക. ലിയഅ്സിമിൽ മസ്അല, ചോദിക്കുന്നവൻ ഉറപ്പോടുകൂടി അവൻ ആവശ്യക്കാരനാകുന്ന നിലക്ക് ഒരു ഇസ്മത്തോടുകൂടി ഉറപ്പോടുകൂടി അവന്റെ ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കട്ടെ. ഫഇന്നല്ലാഹ ലാ മുക്രിഹ ലഹു, ഒരാളും തന്നെ അള്ളാഹുവിനെ നിർബന്ധിക്കാനില്ല, അള്ളാഹുവിനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ ഒരാളും തന്നെ ഇല്ല. വലി മുസ്ലിമിൻ, അതുപോലെ തന്നെ സഹീഹ് മുസ്ലിമിൽ റിവായത്തിൽ കാണാം, വലിയുഅദ്ദിമുർ റഗ്ബത, ഒരാളുടെ ആവശ്യം അത് ഏറ്റവും വലിയ നിലക്ക് തന്നെ, ഏറ്റവും ഗൗരവമുള്ള നിലക്ക് തന്നെ അവന്റെ ആവശ്യം, അവൻ തേടുന്ന കാര്യം, അവന്റെ ആഗ്രഹം അവൻ അള്ളാഹുവിനോട് തേടട്ടെ. ഫഇന്നല്ലാഹ ലാ യതആബമുഹു ശൈഉൻ അതാഹു, അള്ളാഹു നൽകുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ അള്ളാഹുവിന് വലുതായി പോകുന്നില്ല. അല്ലെങ്കിൽ ഒരു കാര്യം നൽകിയതിന്റെ പേരിൽ അത് നൽകിയല്ലോ, അത് വലുതായി പോയല്ലോ, അല്ലെങ്കിൽ അള്ളാഹ് എന്റെ ഖജനാവിൽ കുറഞ്ഞു പോകുമല്ലോ, എന്റെ കയ്യിലുള്ളത് കുറഞ്ഞു പോകുമല്ലോ എന്ന നിലക്കൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ബാധിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഒന്ന്, ഈ ഹദീസിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്നുള്ളതാണ്. ദീനിയായ കാര്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ, അടുത്ത ഒരു കാര്യത്തിൽ നമ്മുടെ ദീനിയായിട്ട് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ, അതിനെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. ഭൗതികമായ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ. രണ്ടാമത്തേത്, കാര്യങ്ങൾ നടക്കുന്നത് അള്ളാഹുവിന്റെ മശീഅത്തിന്റെ കീഴിലാണ്, അള്ളാഹു ഉദ്ദേശിച്ചാലാണ് നടക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയാണ്, നിങ്ങൾ ഒരിക്കലും പറയരുത് അല്ലാഹുമ്മ ഗഫിർലി ഇൻ ശിഅത, അല്ലാഹുമ്മ ഇർഹംനി ഇൻ ശിഅത, അള്ളാഹു നീ ഉദ്ദേശിച്ചാൽ എനിക്ക് പുറത്തു നൽകണമേ, നീ ഉദ്ദേശിച്ചാൽ എന്നോട് കാരുണ്യം കാണിക്കണമേ. രണ്ട് പ്രശ്നങ്ങളാണ് ഈ വാക്കിലുള്ളത്. ഒന്നാമത്തെ പ്രശ്നം, അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആവശ്യക്കാരനാകുന്നതിൽ നിന്ന് ഒരു ഗിന കാണിക്കുന്ന വാക്കാണത്. കാരണം അള്ളാഹു പുറത്തു നൽകുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? അടിമയുടെ ആവശ്യമാണ്. അതിൽ അള്ളാഹ് നീ ഉദ്ദേശിച്ചാൽ മതി എന്ന നിലക്കൊരു കാര്യം പറയുക എന്നുള്ളത്, അടിമ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാകാതെ ഉദ്ദേശിച്ചെങ്കിൽ മതി, വേണമെങ്കിൽ മതി എന്ന നിലക്കുള്ള ഒരു ഇസ്തിഗ്ന, ധന്യത അടിമ കാണിക്കുന്ന ഒരു വാക്കാണത്. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മശീഅത്തിൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ പിന്നെ പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നീ ഉദ്ദേശിച്ചാൽ മതി, നീ ഉദ്ദേശിച്ചാൽ മതി എന്ന നിലക്ക് പറയേണ്ട ഒരാവശ്യവുമില്ല. അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ചൊരു വാക്കേ അല്ല അത്. കാരണം അള്ളാഹു ഉദ്ദേശിച്ചാലേ നടക്കുള്ളൂ, അള്ളാഹു ഉദ്ദേശിച്ച അനുസരിച്ച കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് സംഭവിക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ആ നിലക്കൊരു വാക്ക് പറയുക എന്നുള്ളത് ശരിയല്ല, അള്ളാഹുവിന്റെ അളമത്തിന് യോജിച്ചതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് വേറെ ആരും നിർബന്ധിക്കാനോ അല്ലെങ്കിൽ പ്രത്യേകം പറയാനോ ഒന്നുമില്ല. പൂർണ്ണമായും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം, അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇന്നല്ലാഹ ലാ മുക്രിഹ ലഹു, അള്ളാഹുവിനോട് നിർബന്ധിക്കാൻ ഒരാളില്ല. പിന്നെ എന്തിനാ നീ ഉദ്ദേശിച്ചാൽ മതി എന്ന് പറയേണ്ട ആവശ്യം? ഒരാവശ്യവും അവിടെ വരുന്നില്ല. അപ്പൊ ഈ രണ്ട് നിലക്ക് ആ വാക്കിൽ അബദ്ധമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞത്. മറ്റൊരു റിവായത്തിൽ പറഞ്ഞത്, വലിയുഅദ്ദിമുർ റഗ്ബത, ഏതൊരു കാര്യമാണോ നീ ആഗ്രഹിക്കുന്നത്, അത് എത്ര വലുതായിക്കോട്ടെ, എത്ര വലിയ കാര്യമായിക്കോട്ടെ, നീ അള്ളാഹുവിനോട് ചോദിക്കുക, അതിലേക്ക് ആവശ്യക്കാരനായ നിലക്ക് ചോദിക്കുക. ഇവിടെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വസിയത്തിൽ പറഞ്ഞ ഒരു ഉദാഹരണം പലപ്പോഴും നാം സൂചിപ്പിച്ചിട്ടുണ്ട് പല ദർസുകളിലായിട്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇബ്നു ഖുദാമ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഒരാൾ അള്ളാഹുവിനോട് തേടേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. ഒരു കപ്പലിൽ യാത്ര പോകുന്ന കുറച്ച് ആളുകൾ, അതിൽ ആ കപ്പൽ തകർന്നു പോയി, ആളുകളെല്ലാം കടലിൽ വീണുപോയി. അങ്ങനെ ഒരു വ്യക്തിക്ക് അവസാനം രക്ഷപ്പെടാൻ വേണ്ടി കിട്ടിയത് ഒരു മരത്തടിയാണ്. കപ്പലിന്റെ മറ്റോ ഒരു മരത്തടി അവന് കിട്ടി. ആ മരത്തടിയുടെ മേലെ പിടിച്ചുകൊണ്ട് അവൻ എങ്ങനെയാണോ റബ്ബിനെ വിളിക്കുക, അവന് രക്ഷപ്പെടാൻ വേറൊരു മാർഗവുമില്ല. കടലിന്റെ നടുവിലാണ്, ഒരു മനുഷ്യനില്ല, ഒരു കാരണമില്ല. ആ അവസ്ഥയിൽ എങ്ങനെയാണോ അവൻ അള്ളാഹുവിനോട് തേടുക, അതുപോലെ ആയിരിക്കണം ഒരാൾ അവന്റെ വീട്ടിൽ അവന്റെ സന്താനങ്ങളോടൊപ്പം അവന്റെ വാഹനവും സൗകര്യവും സമ്പത്തും എല്ലാത്തിലുമുള്ള സമയത്ത് അവൻ അള്ളാഹുവിനോട് തേടേണ്ടത്. ആ സമയത്ത് എങ്ങനെയാണോ അള്ളാഹുവിനോട് തേടുന്നത്, അതുപോലെ ആയിരിക്കണം എല്ലാ കാരണങ്ങൾ അവന്റെ മുമ്പിൽ ഉള്ളപ്പോഴും അവൻ തേടേണ്ടത്. ഇതേ വാക്ക് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മിഫ്താഹു ദാരിസ് സആദയിൽ വേറെ രീതിയിൽ പറയുന്നുണ്ട്. ഒരടിമ അള്ളാഹുവിനോട് അവന് ലഭിക്കാതിരിക്കുന്ന, അപ്പൊ അവന് ഭൗതികമായിട്ടുള്ള റിസ്ക് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, ലഭിക്കാതിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണോ അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അതുപോലെ തന്നെയായിരിക്കണം റിസ്ക് വിശാലമായ സമയത്തും അവൻ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്.
ഒരുപോലെ ആയിരിക്കണം. അപ്പോഴാണ് അവൻ ഈമാൻ പൂർത്തീകരിച്ചവനാവുക എന്ന് മിഫ്താഹ് ദാരിസ് സഅദയിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയും അള്ളാഹുവിനോട് തേടേണ്ട രീതികളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ആ നിലക്കാണ് ചോദിക്കേണ്ടത്. നമ്മുടെ ആവശ്യമാണ്. അള്ളാഹുവിന് നൽകുന്നത് കൊണ്ടൊരു നഷ്ടമില്ല. നമ്മളിപ്പോ ഈ ലോകം മൊത്തം അധികാരപ്പെടുത്തുന്ന ഒരു രാജാവാകണം ഞാൻ, ഭൗതികമായിട്ടുള്ള കാര്യം ഒരാൾ തേടുകയാണ്. അള്ളാഹുവിനെ നമുക്ക് നൽകിയെന്നത് കൊണ്ട് അള്ളാഹുവിനൊന്നും കുറയാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് വലിയ ആഗ്രഹവും, ഞാൻ മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം, എത്ര വലിയ ആഗ്രഹവും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാവുന്നതാണ് ഹലാലായ രീതിയിൽ. ആ കാര്യം നൽകുന്നത് കൊണ്ട് ഫഇന്നല്ലാഹ ലാ യതആലമുഹു ഷൈഉൻ അഅതാഹു, ഏതൊരു കാര്യം അള്ളാഹു നൽകിയാലും നൽകാൻ അള്ളാഹുവിന് ഞെരുക്കമോ അല്ലെങ്കിൽ ആ നൽകിയത് വലിയൊരു കാര്യമായി ബുദ്ധിമുട്ടായി പോയി അല്ലെങ്കിൽ എന്നിൽ നിന്നത് കുറഞ്ഞു പോയി എന്ന നിലക്ക് അള്ളാഹുവിനാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ദരിദ്രനായ ഒരു വ്യക്തി, ഏറ്റവും ഒന്നുമില്ലാത്തൊരു വ്യക്തി എല്ലാമുള്ള ഒരു യജമാനനോട് ചോദിക്കുന്നത് പോലെ ആയിരിക്കണം ഏതൊരു സമയത്തും നാം അള്ളാഹുവിനോട് തേടേണ്ടത്. എല്ലാം ഉള്ളപ്പോഴും നാം അള്ളാഹുവിനോട് തേടേണ്ടത്. അപ്പോ അള്ളാഹു ഉദ്ദേശിച്ചാൽ മതി, നീ ഉദ്ദേശിക്കെങ്കിൽ മതി എന്നല്ല, അതിൽ നമ്മൾ ദൃഢമായി തന്നെ അള്ളാഹുവിനോട് ചോദിക്കാൻ നാം തയ്യാറാകണം. ഈ ഒരു ബാബിന്റെ ഷർഹിൽ അൽ ഖൗലു സദീദ് എന്ന ഇമാം സഅദി റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദിന്റെ ഷർഹിൽ ഇമാം സഅദി റഹിമഹുള്ള ഈ ഒരു ബാബിനെ ഒന്നുകൂടി തഫ്സീലിയായിട്ട്, അല്ലെങ്കിൽ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് അള്ളാഹുവെ ഖൈറായത് എനിക്ക് നൽകണേ, ഇതിലേതാണ് നല്ലത് ചെയ്യാൻ നൽകണേ, അങ്ങനെ ചോദിക്കലും നീ ഉദ്ദേശിച്ചാൽ നൽകണേ എന്ന് ചോദിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇമാം സഅദി റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം. ബാബു ഖൗലി അല്ലാഹുമ്മ ഗ്ഫിർ ലി ഇൻ ശിഅത الأمور كلها وإن كانت بمشيئة الله وإرادته. എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ മശീഅത്തിന്റെയും ഇറാദത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യവും നടക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കാതെ അള്ളാഹുവിന്റെ ഇറാദത്തില്ലാതെ ഒരു കാര്യവും ഈ ലോകത്ത് സംഭവിക്കുകയില്ല. ഫൽമതാലിബു ദീനിയ കസുആലി റഹ്മത്തി വൽ മഗ്ഫിറ, ദീനിയായ ആവശ്യങ്ങൾ പോലെ, ഏതുപോലെ അള്ളാഹുവിനോട് കാരുണ്യത്തെ ചോദിക്കുക, അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ. വൽ മതാലിബു ദുനിയവിയ, ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ, അൽ മതാലിബു ദുനിയവിയത്തു അൽ മുഈനത്തു അല ദീനി കസുആലിൽ ആഫിയ വറിസ്ഖി വതവാബിഅ ദാലിക. അതുപോലെ തന്നെ ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ, ഈ ദീന് കൊണ്ട് നടക്കാൻ നമുക്ക് സഹായകമായ നിലക്കുള്ള ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ, ഏതുപോലെ ആഫിയത്ത്, ആരോഗ്യം, അള്ളാഹുവിനെ ദീന് കൊണ്ട് നടക്കണമെങ്കിൽ ആരോഗ്യം വേണം. വറിസ്ഖ്, നമുക്ക് ഉപജീവനം വേണം. വതവാബിഅ ദാലിക, അതുപോലെയുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രണത്തിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് കൊണ്ട് നടക്കുള്ളൂ. വഖദ് ഉമിറൽ അബ്ദു അൻ യസ്അലഹ മിൻ റബ്ബിഹി ത്വാലിബൻ മുലിഹൻ ജാസിമൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമയോട് കൽപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അടിമ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അള്ളാഹുവിനോട് ഈ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ ത്വാലിബൻ മുലിഹൻ ജാസിമൻ, അവൻ ദൃഢതയോടുകൂടി വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട്, ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിനോട് തേടേണ്ടത്. വഹാദ ത്വലബു ഐനുൽ ഉബൂദിയത്തി വമുഖുഹാ, ഇങ്ങനെ തേടുക എന്നുള്ളത് ഉബൂദിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും കാമ്പുമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ കാമ്പാണ് ഇങ്ങനെ അള്ളാഹുവിനോട് തേടുക, ഉബൂദിയത്തിന്റെ. ولا يتم ذلك إلا بالطلب الجازم الذي ليس فيه تعليق بالمشيئة. ഈ ഒരു കാര്യം പൂർത്തീകരിക്കണമെങ്കിൽ, അഥവാ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാവുക എന്നുള്ളതും ചോദിക്കുക എന്നുള്ളതും പൂർത്തീകരിക്കണമെങ്കിൽ ആ തേട്ടം എങ്ങനെയായിരിക്കണം? അവൻ ഉറപ്പോടുകൂടി, അല്ലെങ്കിൽ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരനാണ് എന്ന നിലക്ക് തന്നെ അവൻ അള്ളാഹുവിനോട് ചോദിക്കണം. അവിടെ മശീഅത്തിനെ ചേർത്തിക്കൊണ്ട് പറയരുത്, നീ ഉദ്ദേശിച്ചാൽ മതി എന്ന നിലക്ക് പറയരുത്. അവനാണ് ആവശ്യക്കാരൻ, അവൻ ആ നിലക്ക് തന്നെ ചോദിക്കണം. ലിഅന്നഹു മഅ്മൂറുൻ ബിഹി, കാരണം എന്താണ്? അടിമ അത് കൽപ്പിക്കപ്പെട്ടതാണ്. അതായത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ചില ആളുകൾക്ക് പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ദീനി വിഷയങ്ങളിൽ അറിവ് വളരെ കുറഞ്ഞിട്ടുള്ള, എന്നാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ ചിലപ്പോഴെങ്കിലും ധരിച്ചു പോകാറുണ്ട്, ആവശ്യങ്ങൾക്ക് മാത്രമാണ് അള്ളാഹുവിനോട് ദുആ, എനിക്ക് കിട്ടാൻ വേണ്ടി. അത് എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല? അതല്ല അവിടെ കാര്യം. ദുആ ചെയ്യുക എന്നുള്ളത് കൽപ്പിക്കപ്പെട്ട, നമ്മൾ നിസ്കരിക്കുന്നില്ലേ, നോമ്പ് വെൽക്കുന്നില്ലേ, സക്കാത്ത് കൊടുക്കുന്നില്ലേ, അതുപോലെ കൽപ്പിക്കപ്പെട്ട ഒരു ഇബാദത്താണ് എന്ത്? ദുആ എന്നുള്ളത്.
നമുക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പുള്ള കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സലഫുകൾ അവരുടെ മൃഗത്തിനുള്ള, അവരുടെ വാഹന മൃഗത്തിനോ അല്ലെങ്കിൽ കന്നുകാലികൾക്കോ ഉള്ള ഭക്ഷണം വരെ സുജൂദിൽ കടന്നുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാറുണ്ടായിരുന്നു. അവർക്ക് പുല്ലും മറ്റും വേണം എന്നുള്ളത് സുജൂദിൽ കടന്ന് ചോദിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പാചകം ചെയ്യുമ്പോൾ ഉപ്പില്ല എങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. ചെരുപ്പിന്റെ വാറ് പൊട്ടുമ്പോൾ അത് അള്ളാഹുവിനോട് ചോദിക്കണം. നിസ്സാരമായ കാര്യമാണെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് നമ്മൾ കൽപ്പിക്കപ്പെട്ട അവ്വലു സബബ്, ആദ്യത്തെ കാരണം ദുആ ആയിരിക്കണം. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഒതുങ്ങുമ്പോൾ അതിന്റെ ആദ്യത്തെ കാരണം എന്തായിരിക്കണം? ദുആ ആയിരിക്കണം. ഭൗതികമായ മറ്റുള്ള സബബുകളെ രണ്ടാമതായി വെക്കാൻ നമ്മൾ പഠിക്കണം. പലപ്പോഴും നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മളെല്ലാം ചെയ്തു വരുന്നതും ഭൗതികമായി നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഒരിക്കലല്ല, പിന്നെ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കരുത് എന്ന് തവക്കുലിന്റെ വിഷയത്തിലും ദുആന്റെ വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതിനോടൊപ്പം ഉണ്ടാവേണ്ടതാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആദ്യം ഉണ്ടാവേണ്ടതാണ് എന്ത്? അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, സലഫുകളുടെ രീതിയുമാണ്. അപ്പോ ലിഅന്നഹു മഅ്മൂറുൻ ബിഹി, അടിമ അതിന് കൽപ്പിക്കപ്പെട്ടതാണ്. ഏതിന്? അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. വഹുവ ഖൈറുൻ മഹ്ദുൻ ലാ ദററ ഫീഹി, കാരണം എന്താണ്? അത് ഏറ്റവും പ്യുവറായിട്ടുള്ള, പരിപൂർണമായിട്ടുള്ള ഖൈറാണ്, നന്മയാണ്. അതിലൊരു ദോഷമില്ല. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടല്ലോ ദോഷമുണ്ടോ? ഒരു ദോഷവുമില്ല. എത്ര ചെറിയ കാര്യമാണെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് ഒരു ദോഷവുമില്ല ഇല്ല. വല്ലാഹു തആല ലാ യതആദമുഹു ഷൈഉൻ, ഒന്നും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നൽകിയതിന് വലുതായി പോകുന്നില്ല. എത്ര വലിയ കാര്യമാവട്ടെ, എത്ര ചെറിയ കാര്യമാവട്ടെ, അള്ളാഹുവിന് അത് കൊടുത്തു എന്നതുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന് ഇതിനോട് ചോദിച്ചല്ലോ, അതൊരു ബുദ്ധിമുട്ടായല്ലോ എന്നൊരവസ്ഥ അള്ളാഹുവിനുണ്ടാകുന്നില്ല എന്ന് പറയാണ്. വബിഹാദ, എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഈ ഒരു അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് يظهر الفرق بين هذا وبين سؤال بعض المطالب المعينة التي لا يتحقق مصلحتها ومنفعتها, ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം, യദ്ഹറുൽ ഫർഖ്, ഒരു വ്യത്യാസം വ്യക്തമാവുകയാണ്. ബൈന ഹാദ, ഇപ്പോ ഈ പറഞ്ഞല്ലോ മശീഅത്ത് ബന്ധപ്പെടുത്താതെ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, എന്തായാലും വേണമെന്നെനിക്ക് ചോദിക്കുന്നത്, അതും وبين سؤال بعض المطالب المعينة التي لا يتحقق مصلحتها ومنفعتها, ചില കാര്യങ്ങൾ, ഉപകാരപ്രദമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ, അതിന്റെ മസ്ലഹത്തും അതിന്റെ മൻഫഅത്തും അതുകൊണ്ടുള്ള ഉപകാരം നമുക്ക് ഉറപ്പായിട്ടുണ്ടാവില്ല. അത് നല്ലതാണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ടാവില്ല. ولا يجزم أن حصولها خير للعبد, അടിമക്ക് ولا يجزم أن حصولها خير للعبد, അത് അടിമക്ക് നന്മയാണ് എന്ന് ദൃഢമായൊരു ബോധ്യം ഉണ്ടാവില്ല. അപ്പൊ ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇത് നമുക്ക് ഹൈറാണോ അല്ലേ എന്നൊരു ഉറപ്പില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും ചില സന്ദർഭങ്ങളിലൊക്കെ. ചില സന്ദർഭങ്ങൾ, ഇപ്പോൾ ദീനായിട്ട് എൻ്റെ പാവം പുറത്തു കിട്ടണം, എനിക്ക് കാരുണ്യം ചൊരിയാൻ, എനിക്ക് സ്വർഗം വേണം, നരകത്തിൽ രക്ഷപ്പെടണം, ഇത് സംശയം വല്ലതും ഉണ്ടാവുമോ? ഇല്ല. അല്ലാതെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ചില ഈ ജോലി എനിക്ക് നല്ലതാണോ അല്ലയോ, അല്ലെങ്കിൽ ഈ വിവാഹം നല്ലതാണോ അല്ലയോ, അങ്ങനെ ചില സംശയങ്ങൾ വരുന്ന സന്ദർഭമുണ്ട്. നമുക്ക് അതിന്റെ ഉപകാരം ശരിക്കും മനസ്സിലാവൂല. فالعبد يسأل ربه ويعلقه على اختيار ربه له أصلح الأمرين, അങ്ങനെ അവൻ അള്ളാഹുവിനോട് തേടുന്ന സമയത്ത് അള്ളാഹുവിനോട് ആവശ്യപ്പെടും, അള്ളാഹുവിനോട് തെരഞ്ഞെടുത്ത് തരാൻ ഈ രണ്ട് കാര്യത്തിൽ ഏതാണ് ഏറ്റവും നന്നായിട്ടുള്ളത്, ഏറ്റവും എനിക്ക് നന്മ വരുത്തുന്ന മസ്ലഹത്തായിട്ടുള്ള കാര്യം ഏതാണ് എന്നുള്ളത്. കദ്ദുആഇൽ മഅ്സൂർ, ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായി വന്നിട്ടുള്ള ഒരു ഹദീസിലെ ദുആ, അല്ലാഹുമ്മ അഹീനി ഇദാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി, അല്ലാഹുവേ നീ എന്നെ ജീവിപ്പിക്കണമേ എനിക്ക് ജീവിതം ഖൈറാണെങ്കിൽ, വതവഫനി ഇദാ അലിംതൽ വഫാത്തു ഖൈറൻ ലി, എന്നെ മരിപ്പിക്കണമേ എനിക്ക് മരണമാണ് ഖൈറ് എങ്കിൽ. അവിടെ ജീവിതമാണോ മരണമാണോ ഖൈറ് എന്നുള്ളത് അടിമക്ക് മനസ്സിലാകാത്ത സന്ദർഭത്തിലുള്ള തേട്ടമാണ്. അത് അടിമയുടെ കയ്യിലുള്ള കാര്യമല്ല. അടിമക്ക് അറിയില്ല അതെന്താണ്, ഏതാണ് ഖൈറ് എന്നുള്ള അറിയില്ല. ചിലപ്പോൾ ജീവിച്ചാൽ അവൻ വലിയ ഫിത്നയിൽ അകപ്പെട്ട് വഴിപഴിച്ചു പോയി വലാലത്തിലായി ദീൻ നഷ്ടപ്പെടുന്ന, ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണെങ്കിലോ അവന് മരണമായിരിക്കും ഖൈറ്. അതല്ല, അവൻ ഇനി കൂടുതൽ ഇബാദത്ത് ചെയ്ത് പാപങ്ങൾ തൗബ ചെയ്ത് കൂടുതൽ നന്മയിൽ മുന്നേറാൻ സാധിക്കുകയാണെങ്കിലോ അവിടെ ജീവിതമാണ് ഖൈറ്, അവനറിയില്ല. അതുപോലെ ഇസ്തിഖാറയുടെ ദുആ പോലെ ഒരു സമയത്ത് എന്തെങ്കിലും തീരുമാനമെടുക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക എന്ന് തുടങ്ങുന്ന ആ ഇസ്തിഖാറയുടെ ദുആ ചെയ്യുന്നത് പോലെ രണ്ട് കാര്യങ്ങൾ ഏതാണ് നല്ലത് എന്ന്, ഏതാണ് ഉത്തമം എന്നറിയാത്ത സമയത്ത് ഇതുപോലെ തേടുന്നത്.
ഇത് മറ്റേതുപോലെയല്ല, മശിയത്ത് വെച്ച് പറയുന്നത് പോലെയല്ല. എന്നിട്ട് പറയാണ് فافهم هذا الفرق اللطيف البديع بين طلب الأمور النافعة المعلوم نفعها وعدم ضررها. അതായത് ഈ രണ്ട് വ്യത്യാസം, فافهم هذا الفرق, ഈ രണ്ട് വ്യത്യാസം നീ മനസ്സിലാക്കണം. എന്താണ്? അൽ ലത്തീഫ് അൽ ബദീഅ, വളരെ മൈന്യൂട്ടായിട്ടുള്ള, സബ്റ്റിലായിട്ടുള്ള, വളരെ ഗോപ്യമായിട്ടുള്ള ഈ ഒരു വ്യത്യാസം ഇത് രണ്ടും തമ്മിൽ നീ മനസ്സിലാക്കണം. ബൈന തലബിൽ ഉമൂരി നാഫിഅത്തിൽ മഅലൂമു നഫ്ഉഹാ വഅദമു ദററുഹാ. ഒരു കാര്യം അതിന്റെ ഉപകാരം നമുക്ക് പരിപൂർണമായിട്ട് അറിയാം, അതുകൊണ്ടൊരു ദോഷമില്ല നമുക്ക് ഉറപ്പാണ്. ഒരാൾ എനിക്ക് ഖുർആൻ ഹിഫ്ളാക്കാൻ തൗഫീഖ് നൽകണേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, അതിന്റെ ഉപകാരം മുഴുവൻ നമുക്ക് ഉറപ്പാണ്, ദോഷമൊന്നുമില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു കാര്യം തോടുന്നതും അങ്ങനെയുള്ള കാര്യം എങ്ങനെയാണ് അവൻ തേടേണ്ടത്? അവൻ ഉറപ്പായിട്ട് തേടണം, അവൻ എന്തായാലും തേടണം. എനിക്ക് അത് പിന്നെ എന്തായാലും ആവശ്യമാണ് എന്ന നിലക്ക് തന്നെ ഒന്നുമായി ബന്ധിപ്പിക്കാതെ വേണം തേടാൻ വേണ്ടിയിട്ട്. എന്നാൽ ചില കാര്യങ്ങൾ അതിന്റെ അവസാനം എന്താവും അറിയില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത് അള്ളാഹുവിനോട് എന്ത് ഹൈറാണോ ഷർറാണോ അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഹൈറ്, അങ്ങനെ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ, അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ദോഷമാണോ ഉപകാരമാണോ വലുത്, ദോഷത്തെക്കാൾ ഉപകാരം വലുതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവൻ അള്ളാഹുവിനോട് തേടേണ്ടത് അള്ളാഹുവിനോട് ഖൈറിനെ ചോദിച്ചുകൊണ്ടാണ്, നല്ലതിനെ തിരഞ്ഞെടുക്കാൻ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടാണ്. കാരണം എന്താണ്? അള്ളാഹു അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, എല്ലാ കാര്യത്തിന്റെയും ഇൽമിനെ പരിപൂർണമായി അറിയുന്നവനാണ്. വഖുദ്റതൻ, അതിനുള്ള കഴിവുള്ളവനാണ്. വറഹ്മതൻ, കാരുണ്യം കൊണ്ടും. ലുത്ഫൻ, കൃപ കൊണ്ടും. ലുത്ഫ് നമ്മൾ പറഞ്ഞു, വളരെ ഗോപ്യമായ നിലക്ക് ഒരടിമക്ക് സഹായം ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഖൈറിനെ ചോദിച്ചുകൊണ്ടും തേടണം എന്ന് പറയാം. അതായത് മശീയത്തിലേക്ക് ചേർത്തി പറയുന്നതല്ല, ഖൈറിനെ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അത് അനുവദിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഖൈർ ഏതാണ് എന്നെങ്കിൽ നൽകണമേ എന്ന് ചോദിക്കുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. പല ഹദീസുകളിൽ വന്നിട്ടുള്ള ദുആകളിലും അങ്ങനെ വന്നിട്ടുണ്ട്. എന്നാൽ മശീയത്തിനോട് ചേർത്ത് ചോദിക്കുന്നത് അത് ശരിയല്ല. ആ മശീയത്തിനോട് ചേർത്ത് ചോദിക്കാൻ പാടില്ല. അവിടെ ദൃഢമായി എനിക്ക് പുറത്തു നൽകണമേ, എനിക്ക് കാരുണ്യം ചൊരിയണമേ, അങ്ങനെ തന്നെ ചോദിക്കണം. ഈ രണ്ടും തമ്മിലുള്ള വളരെ ഗോപ്യമായിട്ടുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കണം എന്ന് ഇമാം സഅദി റഹിമഹുല്ലാ ഇതിന്റെ ഷർഹിൽ അല്ലെങ്കിൽ ബാബിന്റെ ഷർഹിൽ പ്രത്യേകം പറയുകയാണ്. അടുത്ത ബാബ്, ബാബുൻ ലാ യഖൂലു അബ്ദി വ അമതി. അടുത്ത ബാബ്, ലാ യഖൂലു, പറയാൻ പാടില്ല, അബ്ദി, എന്റെ അടിമ, വ അമതി, എന്റെ അടിമ സ്ത്രീ എന്ന നിലക്ക് പറയരുത്. അബ്ദ് എന്നുള്ളതിന്റെ മുന്നസാണ് അമതി എന്നുള്ളത്. അമതി എന്ന് പറഞ്ഞാൽ അടിമപ്പെണ്ണ്, അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ഈ ബാബിന്റെ ഒരു പ്രസക്തി, ഇത് ഒരു സദ്ദു ദരിഅയായിട്ട്, അഥവാ സദ്ദു ദരിഅ എന്ന് പറഞ്ഞാൽ ദീനിൽ മഹത്തായിട്ടുള്ളൊരു ഖായിദയാണ്. ഒരു തെറ്റിലേക്ക് എത്തും എന്നുള്ളതിലേക്കുള്ള വഴി തടയുക എന്നുള്ളത് ഇസ്ലാമിന്റെ വളരെ മഹത്തായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഒരു തെറ്റിലേക്ക്, ഇസ്ലാം ഒരു കാര്യം ഹറാമാക്കുക മാത്രമല്ല ചെയ്യുക, ആ കാര്യത്തിലേക്ക് എത്തുന്ന വഴികളെയും ഹറാമാക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരം, അത് ഹറാമാണ്. എന്നാൽ വ്യഭിചാരം മാത്രമാണോ ഹറാമാക്കിയിട്ടുള്ളത്? അല്ല, അതിലേക്ക് എത്തുന്ന ഓരോ കാര്യങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം തടഞ്ഞിട്ടുണ്ട്. ഒരു അന്യ സ്ത്രീയും പുരുഷനും പരസ്പരം ഒറ്റക്കാവരുത് എന്നുള്ളത്, അതുപോലെ തന്നെ സ്ത്രീകൾ അവർ നിഖാബ് ധരിക്കണം എന്നുള്ളത്, പുരുഷൻ അന്യ സ്ത്രീകളെ നോക്കരുത്, ദൃഷ്ടി താഴ്ത്തണം എന്നുള്ളത്, ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ അനുവാദം ചോദിക്കണം എന്നുള്ളത്, 3 പ്രത്യേക സന്ദർഭങ്ങളിൽ ഔറത്ത് വെളിവാകുന്ന സന്ദർഭങ്ങളിൽ അനുവാദം ചോദിക്കണം, വീടിനകത്തുള്ള ആളുകൾ പോലും അനുവാദം ചോദിക്കണം എന്നുള്ളത്, അങ്ങനെ ധാരാളം മര്യാദകളും അദബുകളും എന്തുണ്ട്, ഒരു തിന്മയിലേക്ക് എത്തുന്ന വഴികളെയും തടവും. അതാണ് സദ്ദു ദറാഇ എന്ന് പറയുന്നത്. അത് ഒരു ഖായിദയാണ്. അത് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ദീനിൽ പല മേഖലകളിൽ വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞത് മാത്രം. അതുപോലെ അതിനു വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും അതിനു മുമ്പും അതിനു ശേഷവുമെല്ലാം ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിരുന്ന സമ്പ്രദായം, ഇസ്ലാമിക ലോകത്തല്ല, അന്ന് നാടുകളിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് എന്ത്? അടിമകൾ എന്നുള്ളത്. ചില ആളുകൾ അടിമകളായിട്ടുണ്ടാവും, അതിന് യജമാനന്മാരുണ്ടാവും, അടിമയ്ക്ക് യജമാനോട് കടമകൾ ഉണ്ടാകും, യജമാനൻ തിരിച്ച് അടിമകളുടെ മേലെ അധികാരമുണ്ടാകും, ആ കാര്യങ്ങൾ. അപ്പൊ യജമാനൻ അടിമയെ
അബ്ദ് അമത്ത്, എന്റെ അടിമ, എന്റെ അടിമപ്പെണ്ണ് എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ഇത് ഹറാമായതുകൊണ്ടല്ല ഇത് വന്നിട്ടുള്ളത്. എന്റെ അടിമ എന്നുള്ളത് അടിമ തന്നെയാണ്, എന്റെ അടിമപ്പെണ്ണുള്ള അടിമപ്പെണ്ണ് തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞിട്ടുള്ളത് ഒരു സൂക്ഷ്മതയ്ക്ക്, ഒരു ഇഹ്തിയാത്ത് എന്നോ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം യോജിച്ച രീതിയിലുള്ള വാക്കുകൾ അത് മനുഷ്യരുടെ ഇടയിൽ പറയപ്പെടരുത് എന്നതുകൊണ്ട് ആ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിക്കരുത് എന്ന് വന്നിട്ടുള്ളത്. ഫി സഹീഹി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖുൽ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ പറയരുത്, അത്ഇം റബ്ബക്, നിന്റെ യജമാനന്. റബ്ബ് എന്നുള്ള പദം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അർ-റബ്ബ്, ഖാലിഖും മാലിക്കും മുദബ്ബിറായിട്ടുള്ളവൻ എന്നുള്ള നിലക്ക് പറയും. അടിമകളുടെ യജമാനന്മാർക്കും പറയും. ഖുർആനിൽ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം യജമാനനെ അസീസിനെ പറ്റിയിട്ടൊക്കെ ആ വാക്ക് വന്നിട്ടുണ്ട്. സൂറത്ത് യൂസുഫിലെ ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്, അവിടെ റബ്ബ് എന്നുള്ളത് അധികം മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ളത് അത് യജമാനായ അസീസിനെ പറ്റിയിട്ടാണെന്നാണ്. വല്ലി റബ്ബക്, നിന്റെ റബ്ബിന് വുളു എടുത്തു കൊടുക്ക് എന്ന നിലക്ക് പറയരുത് എന്ന് പറയാം. വലിയഖുൽ, എന്നാൽ അവൻ പറയട്ടെ, സയ്യിദി വ മൗലായ, എന്റെ നേതാവ്, എന്റെ യജമാനൻ എന്നുള്ള പദങ്ങൾ ഉപയോഗിക്കട്ടെ. വലാ യഖുൽ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ പറയരുത്, അബ്ദി വ അമതി, എന്റെ അടിമ, എന്റെ അടിമപ്പെണ്ണ് എന്ന് പറയരുത്. വലിയഖുൽ, അവൻ പറയട്ടെ, ഫറ്റായ വ ഫറ്റാതി വ ഗുലാമി, അതേ ആശയത്തിൽ ഉപയോഗിച്ചു വരുന്ന വാക്കാണ്. ഇപ്പൊ ഫത്തായ ഫത്താത്തി, എന്റെ യുവതി, എന്റെ യുവാവ് എന്നൊക്കെ അർത്ഥം. പക്ഷെ അത് അടിമകൾക്ക് ഉപയോഗിച്ച് വരുന്ന വാക്കാണ്. ഗുലാം എന്നുള്ളതൊക്കെ അടിമകൾക്ക് ഉപയോഗിച്ച് വരുന്ന വാക്കായിരുന്നു. അപ്പൊ ഇതാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ഹദീസ്. ഈ ഹദീസ് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ഭാഗം, ലാ യഖുൽ അഹദുക്കും അത്ഇം റബ്ബക വദ്ദി റബ്ബക വൽയഖുൽ സയ്യിദി വ മൗലാ. യജമാനനാണ് റബ്ബ് എന്ന് പറയുന്നത്, അടിമക്കാണ് അബ്ദ് എന്ന് പറയുന്നത്. ഭാഷാപരമായിട്ട് ആ ഒരു ഉപയോഗം അറബികൾക്കിടയിലുള്ളതാണ്. ഇപ്പൊ ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ, ഖുർആനിൽ ആ വാക്ക് വന്നിട്ടുണ്ട്. അല്ലാതെ അബ്ദ് എന്നുള്ള നിലക്കും ഖുർആനില് പിന്നെ കല്ലുൻ അല മൗലാഹ് എന്ന് പറയുന്ന ഒരു ആയത്തിൽ അവിടെ അടിമയെ പറ്റി പറയുന്നുണ്ട്. അടിമ എന്ന നിലക്ക് യജമാന്റെ അടിമ എന്ന നിലക്ക് പറയുന്നുണ്ട്. അങ്ങനെ ആ പദം ഉപയോഗിക്കാറുണ്ട്. അടിമ എന്നുള്ള വാക്കും റബ്ബ് എന്നുള്ള വാക്കും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് അല്ലാഹു സുബ്ഹാനഹു, അതിന്റെ യഥാർത്ഥ പരിപൂർണത ആർക്കാണ്? അള്ളാഹുവിനാണ്. യഥാർത്ഥ റബ്ബ് ആരാണ്? അള്ളാഹുവാണ്. ആ റബ്ബിനാണ് ബാക്കിയുള്ളവർ അടിമകളാകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന് യോജിച്ച ഈ ഉപയോഗങ്ങൾ, പദപ്രയോഗങ്ങൾ അടിമകളിൽ ഒഴിവാക്കുന്നതാണ് ഉത്തമം. കറാഹത്താണത്, അത് ഒഴിവാക്കേണ്ടതാണ് എന്ന ആശയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യജമാനനെ റബ്ബ് എന്നുള്ള പദത്തേക്കാൾ സയ്യിദി എന്നോ, നേതാവ്, യജമാൻ എന്നർത്ഥം വരുന്ന വാക്കോ, അല്ലെങ്കിൽ മൗല എന്നുള്ളത് അടിമക്ക് ഉപയോഗിക്കാറുണ്ട്. യജമാനനും അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ ഇനി ഒരു യജമാനന്റെ അടിമയെ വിളിക്കുമ്പോൾ, വലാ യഖുൽ അഹദുക്കും അബ്ദി വ അമതി, ഒരാളും എന്റെ അടിമ, എന്റെ അടിമപ്പെണ്ണ് എന്ന് പറയരുത്. വലിയഖുൽ ഫറ്റായ വ ഫറ്റാതി വ ഗുലാമി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതേ ആശയത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് വാക്കുകൾ, അടിമ എന്നുള്ള ആശയത്തിൽ തന്നെ, അല്ലെങ്കിൽ പണിക്കാരൻ, ജോലിക്കാരൻ എന്നുള്ളതിന് ഖാദിം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് വാക്കുകൾ പറയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഇതൊരു അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൻസീഹ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന് മഹത്വവൽക്കരിക്കാൻ വേണ്ടി ഒരു വാക്കിൽ പോലും ഷിർക്കിന്റെ ഒരു അംശം, റബ്ബ് എന്ന് പറയുമ്പോൾ അതിൽ ആ റബ്ബ് എന്നുള്ള പേര് പറയുമ്പോൾ ഉണ്ടാകുന്ന ഷിർക്കിന്റെ ഒരു അംശം, ലഫ്ളിൽ വരുന്ന ആ ഒരു അംശം, അതുപോലും ആ ഒരു സംശയം, ആ ഒരു തോന്നിക്കൽ പോലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഉലമാക്കൾ ഇജ്മാ ഉള്ള കാര്യമാണ്, ഇത് ഹറാം ആയതുകൊണ്ടല്ല ഈ നിലക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന്. കാരണം വേറെ തെളിവുകൾ വന്നതുകൊണ്ട്, ഖുർആനിലും ഹദീസിലൊക്കെ ആ പദങ്ങൾ ഉപയോഗിച്ചതായിട്ട് തെളിവുകൾ വന്നിട്ടുള്ളത് കൊണ്ട്. ഇനി ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഖൗലു സദീദ് ശറഹ് കിതാബ് തൗഹീദ് എന്നുള്ള കിതാബിൽ പറയുന്നത്, ബാബു ലാ യഖുൽ അബ്ദി വ അമതി, എന്റെ അടിമ, എന്റെ അടിമപ്പെണ്ണ് എന്ന് പറയരുത് എന്നുമായി ബന്ധപ്പെട്ട്. وهذا على وجه الاستحباب أن يعدل العبد عن قول عبدي وأمتي إلى فتايا وفتاتي. ഇത് മുസ്തഹബായിട്ടുള്ള, അതായത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ആ വജിഹിലാണ് ഈ കാര്യം വന്നിട്ടുള്ളത്. എന്താണ്? ഒരടിമ മാറ്റട്ടെ. എന്ത് മാറ്റട്ടെ? അവന്റെ അബ്ദി അമതി എന്നുള്ള വാക്കിനെ
ഫറ്റായ് ഫറ്റാറ്റി എന്നുള്ള രീതിയിൽ മാറ്റട്ടെ. അത് മുസ്തഹബായിട്ടുള്ള പ്രോത്സാഹിപ്പിക്കട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്? തഹഫുബൻ അനിൽ ലഫ്ളില്ലദീ ഫീഹി, ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി, ഒരു തഹഫുദിന് വേണ്ടി, സൂക്ഷ്മതയ്ക്ക് വേണ്ടി. എന്തിന്? അവൻ പറയുന്ന വാക്ക് ഈഹാമുൻ വമഹ്ദൂറുൻ വലൗ അലാ വജ്ഹിൻ ബഈദിൻ, അതൊരു തോന്നലുണ്ടാക്കും, അതൊരു തോന്നലുണ്ടാക്കും. അതായത് ആ ഒരു അടിമ യജമാൻ എന്നുള്ള തോന്നൽ, അത് വലാ വജ്ഹിൻ ബഈദിൻ, അത് അത്ര ഒരു വിദൂരമായ തോന്നലാണെങ്കിലും, കാരണം സാധാരണ അറബികൾ ഉപയോഗിച്ച് വരുന്ന രീതിയാണ്, എന്നാലും വിദൂരമായ നിലക്കെങ്കിലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകണ്ട എന്നതുകൊണ്ടാണത്. വലൈസ ഹറാമൻ, അതിനെ വിളിക്കുന്നത് ഹറാമായതുകൊണ്ടല്ല, അത് ഹറാമായതുകൊണ്ടല്ല അങ്ങനെ. വഇന്നമൽ അദബു കമാലു തഹഫുദ് ബിൽ അൽഫാദി തയ്യിബ, അത് വാക്കുകളിൽ നല്ല വാക്കുകൾ പറയുക എന്നുള്ളതിലെ അദബിനെ കാണിക്കാൻ വേണ്ടിയാണ്. ഒരു തരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വത്തിനോടോ അല്ലെങ്കിൽ ശിർക്കിന്റെ ഒരു ഓരത്തുകൂടി തോന്നിപ്പിക്കുന്ന രീതിയിൽ പോലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അല്ലത്തി ലാ തുഹമു മഹ്ദൂറൻ ബിവജ്ഹിൻ, അത് ആ നിലക്ക് പറഞ്ഞു എന്ന് തോന്നിക്കൽ ഉണ്ടാകാതിരിക്കാൻ. ഫഇന്നൽ അദ്വ ഫിൽ അൽഫാദി ദലീലുൻ അലാ കമാലിൽ ഇഖ്ലാസി ഖുസൂസൻ ഹാദിഹിൽ അൽഫാദ് അല്ലതി ഹിയ അമസ്സു ബിഹാദിൽ മഖാം. ഫഇന്നൽ അദ്വ ഫിൽ അൽഫാദി, ഈ വാക്കുകൾ കാണിക്കുന്ന അദബ്, അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ സംസാരത്തിൽ കാണിക്കുന്ന അദബ് ദലീലുൻ അലാ കമാലിൽ ഇഖ്ലാസ്, ഒരാളുടെ ഇഖ്ലാസിന്റെ പൂർത്തീകരണത്തിലുള്ള ദലീലാണ്. ഇപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നിടത്ത് അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, ആ പറയുന്നിടത്ത് ഓരോ കാര്യങ്ങളും വതഅമനി അങ്ങനെ ഓരോന്ന് പറയുമ്പോഴും അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, വ ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എന്നെ ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ്. രോഗം നൽകുന്നത് ആരാണ്? അല്ലാഹു തന്നെയാണ്. പക്ഷേ എനിക്ക് രോഗം തന്നാൽ രോഗം മാറ്റുന്നവൻ അവനാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം രോഗത്തെ അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞില്ല. എങ്ങനെയാ പറഞ്ഞത്? ഞാൻ രോഗിയായാൽ എന്നെ ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ് എന്നാണ് പറഞ്ഞത്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാണിച്ച അദബാണ് എന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം. അപ്പോ ഒരു തരത്തിലും തെറ്റായി തോന്നുന്ന ഒരു തെറ്റായ വാക്ക് പറഞ്ഞു എന്ന് തോന്നിക്കാതിരിക്കാനാണ് ഇങ്ങനെ നല്ല വാക്കുകൾ പറയുന്നത് എന്ന് പറഞ്ഞു. ഇനി അൽഫാദുകളിലുള്ള ഈ അദബ് കമാലുൽ ഇഖ്ലാസിന്റെ പൂർത്തീകരണത്തിന്റെ തെളിവാണ്. ഖുസൂസൻ ഹാദിഹിൽ അൽഫാദ്, പ്രത്യേകിച്ചും ഈ വാക്കുകൾ. കാരണം എന്താ? ഈ വാക്കുകൾ ഒന്നുകൂടി പ്രകടമായിട്ട് റബ്ബ് അബ്ദ് എന്നുള്ള ഉപയോഗം ഒന്നുകൂടി പ്രകടമായിട്ട് എന്താണ് അള്ളാഹുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബാധിക്കുന്ന വാക്കുകളാണ്. അല്ലത്തി ഹിയ അമസ്സു ബിഹാദിൽ മഖാം, ആ ഒരു അവസ്ഥയിലുള്ള വാക്കുകൾ. അഥവാ ഒരു യജമാനൻ അടിമയെ അബ്ദ് എന്നോ അടിമ യജമാനെ റബ്ബ് എന്നോ വിളിക്കുമ്പോൾ ആ പൊതുവെയുള്ള വാക്കുകൾ തന്നെ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അത് കാണിക്കണം. ഇതിൽ പ്രത്യേകിച്ചും കൂടുതൽ സാധ്യത വരുന്ന, കാരണം യജമാനൻ അടിമ എന്നുള്ളത് ആ നിലയ്ക്ക് സാധ്യത വരുന്നത് കൊണ്ട് പ്രത്യേകിച്ചും സൂക്ഷിക്കണം എന്ന് ഇമാം സഅദി റഹിമഹുള്ള പറയാണ്. അപ്പൊ അത് ഒരു മുസ്തഹബായ നിലയ്ക്ക്, ഹറാമായതുകൊണ്ടല്ല, അത് സദ്ദുറാഇന്റെ ബാബിൽ, സൂക്ഷ്മതയുടെ ബാബിൽ അള്ളാഹുവിനെ തൻസീഹ് ചെയ്യാൻ വേണ്ടി ഒരു വാക്കിൽ പോലും ഒരു തരത്തിലും വിദൂരമായൊരു നിലക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർക്കുന്ന നിലക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രീതിയിൽ ഒരു വാക്ക് പറയാതിരിക്കാനാണ് ഇവിടെ ഈ നിലക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബുകൾ അടുത്ത ദർസിൽ നോക്കാം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.